വെച്ചാൽ വേണ്ടതല്ല. നമ്മുടെ ഓരോ പ്രോഗ്രാമിൻ്റെയും ഓരോ പ്രോഗ്രാം കോർഡിനേറ്റർമാരുണ്ടാവും. അതിൻ്റെ ഫലവത്തായിട്ടുള്ള അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് അവരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ്. അതിന് പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെ പേരിലും. ഞാൻ പ്രസിഡന്റ് നിലയ്ക്ക് ഓരോരുത്തരുടെ പേരിലുമാണ് പറയുന്നത്. നമ്മുടെ റോട്ടറി മിസ്റ്റോട് 15 പേര് പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരുടെ പേരിലുമാണ് ഞാൻ ഈ നന്ദി രേഖപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഇത്രയും നമ്മൾ ഓരോരുത്തരെയും പറയാണ്. നമ്മുടെ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പുതിയ മെമ്പറോട്ട് നമുക്ക് തുടങ്ങാം. പുതിയ മെമ്പറാകാൻ പോകുന്ന നിതിനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നത്. നമ്മുടെ ഈ കൂട്ടത്തിൽ ആദ്യമായിട്ട് കൂടുവാണെങ്കിലും അതിൻ്റെ ഒരു കുറവും പുള്ളിക്കാരൻ നമ്മളോട് കാണിച്ചിട്ടില്ല. ഒന്നും കാണിച്ചു. ഒരു പുതിയതായിട്ട് വരുന്ന ആളുടെ ഒരു വ്യത്യാസം കാണിക്കാൻ നമ്മൾ ഇത്രയും സഭാകമ്പം അതെ നമ്മുടെ കൂടത്തിൽ കൂടി നിതിനോടുള്ള പ്രത്യേക നന്ദി ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. അതേപോലെ നമ്മുടെ സെക്രട്ടറി മെൽവിൻ അഗസ്റ്റിൻ, റൊട്ടേറിയൻ മെൽവിൻ അഗസ്റ്റിൻ നമ്മുടെ ഈ ഇന്നത്തെ 2 ദിവസമായിട്ട് നടന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ പിന്തുണയും എല്ലാവിധ സപ്പോർട്ടും ചെയ്ത് മെൽവിൻ അഗസ്റ്റിനാണ്. മെൽവിൻ അഗസ്റ്റിനോട് നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഷാജി ഫിലിപ്പ് നമ്മുടെ എല്ലാ കാര്യത്തിനും സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിനും പറഞ്ഞപ്പോൾ തൊട്ട് തന്നെ കൂടെ നിന്നിരുന്നു. എല്ലാ കാര്യത്തിലും ഷാജി ഫിലിപ്പിനോടുള്ള നന്ദി ഷാജി ഫിലിപ്പിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇൻഡിവിജ്വലായിട്ട് പറയുകയാണ് റൊട്ടേറിയൻ സജിത് ജോസ്, അതേപോലെ തന്നെ റൊട്ടേറിയൻ സിലീസ്, റൊട്ടേറിയൻ അതല്ല നമ്മുടെ GGRും വൈസ് പ്രസിഡന്റുമായ റൊട്ടേറിയൻ ഡോക്ടർ ബെസ്റ്റി ജോസ്, അതേപോലെ നമ്മുടെ ഡിസ്ട്രിക്ട് ഓഫീസർ ഡോക്ടർ NS സന്തോഷ്, ഡോക്ടർ സുധീഷ് കുമാർ. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിനെ മൊത്തം ലൈഫ് ചേഞ്ച് ചെയ്യാൻ ഡോക്ടർ സുധീഷ് കുമാറിനുള്ള നന്ദി നമ്മൾ രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് ഇലക്ട് നമ്മുടെ ഇന്നലെ തൊട്ട് തുടങ്ങിയ ഇതിൻ്റെ എല്ലാം പ്രോഗ്രാമിൻ്റെയും ചുക്കാൻ പിടിച്ചുകൊണ്ട് എല്ലാത്തിനും മുമ്പത്തിരുന്ന റൊട്ടേറിയൻസ് മനീഷ് സൈമിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ പ്രസിഡന്റ് നോമിനിയുമായിട്ടുള്ള റൊട്ടേറിയൻ മനോജ് അഗസ്റ്റോട് നന്ദി, സെക്രട്ടറി ഇലക്ടറോട് നന്ദി രേഖപ്പെടുത്തിയാണ്. അതേപോലെ തന്നെ നമ്മുടെ അലക്സ് ശരിയാണ്. അതേപോലെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ഡോക്ടർ ജിതിൻ കെ ജോസിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ സജിത്ത് ജോസിന് വേണ്ടിയുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ മനോഹരമാക്കി തീർക്കാൻ സഹായിച്ച എല്ലാ റൊട്ടേറിയന്മാരുമായിട്ടുള്ള. പിന്നെ ഒരു കാര്യം കൂടെ, ഇന്നത്തെ ദിവസം അതായത് 2ാമത്തെ ദിവസത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് നമ്മുടെ ഡോക്ടർ NS സന്തോഷിന്റെ ടീച്ചറുടെ അമ്മാവന്മാരാണ്. അവരുടെ വീട്ടിലാണ് പെരിക്കല്ലൂർ നമ്മൾ പോയി നിന്നു. അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ഷോർട്ട് നോട്ടീസ് കൊടുത്ത ഒരു കാര്യമായിട്ട് കൂടി നമ്മുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ലഞ്ച് വരെ നമുക്ക് വേണ്ടി കരുതി അവർ നമ്മളെ സ്നേഹപൂർവ്വം സ്വീകരിച്ച ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ നന്ദി അവർക്ക് റോട്ടറി മിഷൻ വിഡോസിന്റെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ ഇന്നത്തെ ടൂറിന്റെ ഒരു ഇവാലുവേഷൻ്റെ കൂടെ ഉപയോഗിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ മനസ്സിൽ കണ്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ എല്ലാവരും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഇവാലുവേഷൻ നമ്മുടെ ഈ റോട്ടറി ഇവാലുവേഷൻ ഒന്ന് പൂർത്തീകരിക്കും. വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. ഞാൻ എന്തായാലും റോട്ടറി ചേരാൻ തീരുമാനിച്ചു 100%. എന്താ പറയുക, ഒരു പുതിയൊരു ഫാമിലിയിലേക്ക് വന്ന പോലെ ഒരു ഫീലിംഗ് ഇല്ല. എന്തോ എല്ലാവരും പരിചയമുള്ള പോലെ വളരെ അടിപൊളിയായിരുന്നു പരിപാടി. വളരെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു. ഓക്കെ, താങ്ക് യു നിതിൻ. നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിന് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് വളരെ നന്ദിയുണ്ട്. ആ നന്ദി റോട്ടറി മിഷൻ ഓളേഴ്സിന് പേര് ഞാൻ അറിയിക്കുന്നു, എല്ലാവരുടെയും പേരിൽ. അടുത്ത അലക്സ് ചെറിയാൻ. നല്ല അടിപൊളിയായി അവസാനിച്ചു. നമ്മുടെ ഈ 2 ദിവസത്തെ പ്രോഗ്രാം ഇന്നലെ രാവിലെ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഇന്ന് ഏകദേശം അതിന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ പോകുന്ന നിമിഷം വരെ നോക്കുമ്പോൾ ഒത്തിരി ആൾക്കാരുടെ കഴിവുകളെ നമുക്ക് അളക്കാനും ഒത്തിരി ആൾക്കാരെ കൃത്യനിഷ്ഠത അളക്കാനും കഴിയും.
കാരണം രാവിലെ ആണെങ്കിൽ 8:30 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 8:30 മണിക്ക് ഷാജൻ നമ്മുടെ വീട്ടിലെത്തി. അതുകൊണ്ട് തന്നെ നിതിൻ എന്ന് പറഞ്ഞ പുതിയൊരു മെമ്പർ നമ്മുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തപ്പോൾ പുതിയ ഒരു ക്ലബിലേക്ക് വന്ന ഫീലിംഗ് നിതിന് തോന്നിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തോന്നാത്ത രീതിയിൽ അവനെ നമ്മൾ ട്രീറ്റ് ചെയ്തു എന്നുള്ളത് നമ്മുടെ ഓരോ മെമ്പർമാർക്കും അറിയിക്കാൻ പറ്റിയ ഒരു അംഗീകാരമാണ്. അതുകൊണ്ട് തന്നെ PD ആണെങ്കിലും PD എല്ലാ കാര്യങ്ങളും ഇന്നലെ സ്റ്റാർട്ടിങ് തൊട്ട് ഈ നിമിഷം വരെ എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. ഓരോ മെമ്പർമാരും അവനവനെ ഏൽപ്പിച്ചതും ഏക്കാൻ സന്നദ്ധമായി മുമ്പോട്ട് വന്നും ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. കരിക്കിട്ടതും തെങ്ങിൽ കയറിയതും എല്ലാം ചീട്ട് കളിച്ചതും എല്ലാം അതിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ ഈ ടൂർ ഇത്രയും നല്ല രീതിയിൽ എത്തിച്ച ഈ സകല മെമ്പേഴ്സിനും അതിന്റെ കൂടുതൽ എനിക്കും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. സെക്രട്ടറി ഇലക്ട് മനോജ് അഗസ്റ്റിന്റെ വാക്കുകൾ ക്ഷണിച്ചു. എല്ലാവർക്കും നല്ല നമസ്കാരം. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ PDയെ കുറിച്ച് തന്നെയാണ്. കാരണം പുള്ളിക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ മുഖത്ത് പെട്ടെന്നൊരു വികാരം ചേഞ്ചായി. കാരണം വെച്ചാൽ ഇതാണോ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഒന്ന് പ്രൈവസി ഇല്ല, 2 റൂം ഇഷ്ടപ്പെട്ടെങ്കിലും വേറെ ഒന്നിനും ഒരു കാര്യത്തിനും ഒരു വെളിയിലോട്ട് ഇറങ്ങാനോ കാര്യത്തിനോ ഒന്നും പറ്റില്ല. നമ്മളെ പലരും പല രീതിയിലും ഇനി തിരിച്ചു പോയാലോ എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ പുള്ളിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അപ്പം ഞാനത് കണ്ടിരുന്നു. കാരണം വേറൊന്നുമല്ല, പുള്ളി ആദ്യം ഇപ്പം ഒരു PD എന്ന് പറഞ്ഞാൽ പുള്ളി അദ്ദേഹം അവിടെ പോയിട്ട് കണ്ട് സെലക്ട് ചെയ്തൊരു സ്ഥലമല്ലത്. പിന്നെ നെറ്റിൽ കൂടെ കാര്യങ്ങൾ എല്ലാം ചെയ്തതാണ്, അല്ലാതെ അദ്ദേഹം പോയിട്ടില്ല അവിടെ ആ ഏരിയയിൽ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഏരിയ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു. പുള്ളി പെട്ടെന്ന് ഡെസ്പായി. ഞാനത് ശ്രദ്ധിച്ചു, ഒത്തിരി പുള്ളി ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് ഫ്ലോപ്പായില്ല എന്നൊക്കെ വന്ന് ചോദിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ഒന്നുമില്ല. നമ്മൾ പിന്നെ കാരണം നമുക്ക് അന്നേരം തുറന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു വിഷമമല്ലോ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ സത്യം തന്നെ പറയാം, ഉള്ളിൽ നിന്ന് തട്ടിത്തന്നെ പറയാം. കാരണം പുള്ളി വളരെ പെട്ടെന്ന് വളരെ വിദഗ്ധമായി മാനേജ് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ എങ്ങോട്ടേലും പോകാമെന്ന് വിചാരിച്ച് ഞാൻ 1 മണിക്കൂർ ഉറങ്ങി. ഉറക്കമെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ സംഗതി എല്ലാം ക്ലിയർ ആയി. പുള്ളി പറഞ്ഞു ഒരിടത്തോട്ട് പോകുന്നില്ല, നമ്മൾ ഇനി ലേക്ക് സൈഡിലോട്ട് പോവാം, അവിടെ എൻജോയ് ചെയ്യാം, പിന്നെ ബാർബിക്യൂ ഉണ്ട്, അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞു. എനിവേ അത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിലെല്ലാം നല്ല ഉഷാറായി റെയിലി. അപ്പം ഇതിൻ്റെ എല്ലാ അപ്രിസിയേഷനും നമ്മുടെ PDക്ക് തന്നെയാണ്. കാരണം പുള്ളി അയാൾ ഒത്തിരി റിസ്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടി എന്നോട് ചോദിച്ചു, ഹാപ്പിയല്ലേ 2 പ്രാവശ്യം ചോദിച്ചു. പിന്നെ നമുക്ക് വേറെ എന്താ നമുക്കായിട്ട് എന്താ പുള്ളി കരുതിയിരിക്കുന്നത് എല്ലാം നമ്മുടെ അടുത്ത് കറക്റ്റ് എത്തിച്ച് ഇത്രയും ഒരു റെപ്യൂട്ടഡ് മനുഷ്യൻ, ഇത്രയും ഒരു വലിയൊരു പൊസിഷനിലേക്ക് ഇരുന്ന ഒരു മനുഷ്യൻ വെറുതെ ഒരു ഗവൺമെന്റ് സെർവൻ്റ് അല്ല, ഒറിജിനൽ സെർവൻറ്റിനെ പോലെ നമുക്ക് എന്താ വേണ്ടി എന്ന് അറിയാൻ എല്ലാ ബോട്ടിലും കാര്യങ്ങളും എല്ലാം കുടിക്കുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് നമ്മുടെ പുറകെ ഒത്തിരി നടന്നു. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു രീതിയിൽ ഒരു അംഗീകാരം അയാൾ അർഹിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ടൂർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയും ഇങ്ങനെ ഉണ്ടെങ്കിൽ വിളിക്കുക. നന്ദി, നമസ്കാരം. പ്രിയമുള്ള റോട്ടറിയൻസ്, നമ്മുടെ ഈ ടൂറ് ഇന്നലെ രാവിലെ പുറപ്പെട്ടപ്പോൾ മുതൽ തന്നെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തതുപോലെ തന്നെ നടന്നു. നമ്മുടെ മനോജ് സാർ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ചെറിയൊരു വിഷമം തോന്നിയെങ്കിലും ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ആ സമയം കൊണ്ട് PD ചെയ്ത മാജിക് എന്താണ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ പലരും വിളിച്ച് ചോദിക്കുന്നു, അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം, നമുക്ക് മൈസൂർക്ക് പോകാം എന്നൊക്കെ ചിന്തിച്ചെങ്കിലും ജസ്റ്റ് ഒരു മയങ്ങാനൊരു സമയം കൊടുത്തു. പണ്ട് ദൈവം തമ്പുരാൻ ആദാമിനെ ഉറക്കിക്കെടുത്തിട്ട് വാരിയിലെടുത്ത് അവനും ഉണ്ടാക്കി പറഞ്ഞാൽ ഒരു 8 മണിക്കൂർ കൊണ്ട് എന്ത് മാജിക്ക ചെയ്തെന്നാണ് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകിട്ടത്തെ നമ്മുടെ ആ ക്യാമ്പ് ഫയർ കഴിഞ്ഞിട്ട് PD വന്നിട്ട് പേഴ്സണലായിട്ട് എല്ലാവരോടും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു വിഷമം. ഇല്ല, അന്നേരം നമുക്ക് നമ്മുടെ അന്നത്തെ ആദ്യം ഉണ്ടായ വിഷമം എവിടെ ഉരുകി മാറി എന്നും അറിയത്തില്ല. അതുപോലെ അതിനെ ചേഞ്ച് ഓവർ ചെയ്തു. എനിവേ വളരെ നന്നായി PDയുടെ ആ ഒരു കഴിവിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു PD. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ മെമ്പേഴ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പല കഴിവുകളെയും പുറത്തെടുത്ത് മറ്റുള്ളവരെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ വിവരിക്കുന്ന അറിയത്തില്ല, പക്ഷെ അതെല്ലാം ക്യാമറകൾ വളരെ വിദഗ്ധമായി പല ആംഗിളിൽ നിന്ന് രേഖപ്പെടുത്തിയുണ്ട്. നമുക്കതിനെ കുറിച്ച് പിന്നീട് കണ്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. പിന്നെ ചിലരുടെ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ ചീട്ടിലേക്ക് ഇത്ര മനോഹരമായിട്ട് ചെയ്യാൻ കഴിയും. അത് മാത്രമോ ഞാൻ പറഞ്ഞില്ല, എന്റെ വീട്ടിലൊരു ബോസിന്റെ സ്പീക്കേഴ്സ് അതിനകത്ത് എല്ലാ രീതിയിലാണ് പ്രകടനം. ഇതൊക്കെ വളരെ എന്താ പറയാ
ഒരിക്കൽ മാത്രം ലൈഫിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങൾ. എനിവേ എല്ലാ രീതിയിലും എൻജോയ്മെന്റ് ആയിരുന്നു ഇപ്പോൾ ഈ നിമിഷം വരെ. ഇത് എല്ലാവരുടെയും വളരെയധികം കോൺട്രിബ്യൂഷൻ ഉണ്ട് പല രീതിയിലാണെങ്കിലും അത് എല്ലാവർക്കും ഏറ്റവും ആസ്വാദികരമായെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. വളരെ സന്തോഷം. ഇനിയുള്ള ടൂറുകളിലും ഇങ്ങനെ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹലോ, എൻ്റെ പ്രിയപ്പെട്ട റോട്ടറി മെഡോസ് മെമ്പർമാരെ, ഇവിടെ ഒത്തിരി പേർ സംസാരിച്ചത് കൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നത് നല്ലതല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചുരുക്കി പറയാം. ഈ ടൂറിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രസിഡന്റ്, പിന്നെ അതിൻ്റെ ചുക്കാൻ പിടിച്ച PD, ചുക്കാൻ പിടിച്ച PDക്കും എൻ്റെ ആർദ്രമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ ഹാർഡ് വർക്കും ചെയ്ത് PD ഇതിനെ വമ്പൻ വിജയമാക്കി. അതിന് PDക്ക് പ്രത്യേക ഒരു അപ്രീഷിയേഷൻ. പിന്നെ ഞാൻ പല കാരണവശാലും ഇത് വേറെ സാങ്കേതിക കാരണവശാൽ ഒഴിവാക്കാൻ വിചാരിച്ചായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാവുകയായിരുന്നു. അപ്പോൾ ഇനിയും അടുത്ത വർഷം ഇതിൽ ഗംഭീരമായിട്ട് നല്ല ഗംഭീരമായിട്ട് നമുക്ക് ഈസ്റ്റ് മെഡോസിൻ്റെ ഫെലോഷിപ്പ് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മൾ ഈസ്റ്റ് മെഡോസ് ഒരു പ്രോഗ്രാം നടത്തുക എന്നത് ഓരോരുത്തരും വ്യക്തിപരമായ പ്രോഗ്രാമാണ്. കാരണം നമ്മൾ ആരും തെറ്റുകളോ കുറ്റങ്ങളോ കണ്ടുപിടിക്കാനല്ല, നമ്മളെല്ലാവരും എൻജോയ് ചെയ്യാൻ വേണ്ടി ഒന്നിച്ചുള്ളൊരു. പിന്നെ എത്ര സാഹചര്യങ്ങൾ മോശമായിരുന്നാലും നമ്മുടെ അവസാനത്തെ ഒരു ഇവാലുവേഷൻ വരുമ്പോൾ എല്ലാം ഉണ്ടാവും. ആ പ്രോഗ്രാമിന്റെ ആകെ മൊത്തമുള്ള ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഹാപ്പിനെസ്സും പിന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒന്നായിരിക്കും. പറഞ്ഞാൽ ഇന്നലെ നമ്മളെല്ലാവരും തുടങ്ങിയപ്പോൾ ഭയങ്കര ഒരു വിഷമമൊക്കെ തുടങ്ങിയെങ്കിലും എന്തോ എവിടെയോ നമ്മുടെ PDക്ക് ഭയങ്കര കഴിവുണ്ട്. അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത്രയും നല്ല പ്രകൃതി രമണീയമായി നമുക്കൊന്നും കണ്ടെത്താൻ കഴിയാത്തൊരു സ്ഥലം ആ PD എങ്ങനെ കണ്ടെത്തി എന്നുള്ളതിനെ പറ്റിയാണ് എനിക്ക് ഇതുവരെ മനസ്സിലാകാത്തത്. അത് നമുക്ക് മുന്നിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുക്കി തരികയും ആ സമയം പോയതും നമ്മൾ ഇന്നലെ വൈകുന്നേരം അവിടെ ചെന്നതിന് ശേഷം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ സമയം പോയതൊന്നും നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ ആ ഡോക്ടറുടെ ബാസും ട്രബിളൊക്കെ വളരെ നന്നായിരുന്നു കേട്ടോ. മിസ് ഡോക്ടർ, ഈ സബൂബറൊക്കെ എവിടെയാണ് ഫിറ്റ് ചെയ്തേക്കുന്നതെന്ന് അറിയാൻ നല്ലത്. എല്ലാവരും ഇനി PD അതിമനോഹരമായിരുന്നു. നിങ്ങളെ മുന്നോട്ടും ഇതേ പൊസിഷനിൽ തന്നെ മാറ്റാതെ നിർത്താൻ ചെറിയൊരു തീരുമാനം ക്ലബിന്റെ ഭാഗത്തുനിന്നുണ്ട്. പോലെ കാണാം. നമ്മുടെ ഓരോ ഫാമിലിയും നമ്മളെ കൂടുതൽ നമ്മുടെ ഫാമിലിയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒരു ഫാമിലി ടൂറും കൂടി ഇനി വലിയ താമസിക്കാതെ ഒരു ഫാമിലി ടൂറും ഉണ്ടായിരിക്കുന്നതായിരിക്കും. എൻ്റെ PDമാർ ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ഇതിലേക്ക് മൈക്ക് കൈമാറുകയാണ്. ഇപ്പോൾ പറഞ്ഞവർക്ക് പിന്നെ ഐഡിയാസ് വരുന്നുണ്ട്. ഒരു സെക്കൻഡ് ആദ്യം കൊടുക്കണം. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകണമെങ്കിൽ കൂടുന്നവർക്ക് എല്ലാവർക്കും ഇമ്പം ഉണ്ടാകണം. ഒരാൾക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമില്ല. ആ കമ്പം ഉണ്ടാകണം. ആ കമ്പത്തെ ഇമ്പമാക്കി മാറ്റുമ്പോൾ അത് കൂടുന്ന എല്ലാവരുടെയും കഴിവാണ്. പുതിയ മെമ്പർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളിയുടെ വക എന്തിനോ ബാർബിക്യൂ ചെയ്ത് തരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇയാൾക്ക് മതിയായില്ല ഇത്രയൊക്കെ ആയിട്ട് സെലക്ഷൻ കൈമാറുന്നു. ഇത് മിസ്റ്റർ മീഡോസിൻ്റെ കൂടെ ആദ്യമായിട്ടുള്ള ഒരു ട്രിപ്പാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിന് വരണം എന്നുള്ളൊരു വല്ലാത്തൊരു മനസ്സിലൊരു തൃഷ്ണ ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടപ്പോൾ മുതൽ ഇതിൽ വളരെയധികം എല്ലാവരുടെയും ആ പോസിറ്റിവിറ്റിയാണ് ഈ ഒരു ട്രിപ്പിനെ സക്സസ്ഫുൾ ആക്കിയെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ ക്ലബ്ബുകളിൽ ട്രിപ്പ് പോകുന്നു, അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു 10 പേരുണ്ടെങ്കിൽ 10 അഭിപ്രായങ്ങളാണ് ഉണ്ടാവുക. പക്ഷേ ഈ ഒരു ക്ലബ്ബിൽ അങ്ങനെയല്ല. ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ അഭിപ്രായം
അഭിപ്രായം വളരെ ആക്സെപ്റ്റബിൾ ആണ്. ആരും ഒരാളെക്കാൾ വലിയൊരാളാണ് ഇവിടെ ആർക്കും ഫീൽ ചെയ്യാറില്ല. അത് തന്നെയാണ് ഈ ഒരു ക്ലബിൻ്റെ ഏറ്റവും വലിയൊരു സക്സസ്. ഇന്നലെ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചപ്പോഴും ആരും ഒരാളെയും മോശമാക്കി പറയാനോ ഒരാളെ കുറ്റപ്പെടുത്താനോ ഒരാളെ തള്ളി പറയാനോ ആരും ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു ക്ലബിൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ കണ്ടുള്ളത്. അതിന് ഓരോ ഈ 14 പേര് വന്നതിൽ 14 പേരോടും 1 by 1 ആയിട്ട് താങ്ക് യു പറയാണ്. കാരണം നമുക്ക് ഒരു ട്രിപ്പ് പോയിട്ട് പലപ്പോഴും പല ട്രിപ്പുകൾ പോകുമ്പോഴും നമുക്ക് അത് കഴിഞ്ഞിട്ട് എൻഡ് ഓഫ് ദ ട്രിപ്പ് നമുക്ക് പോകണ്ടായിരുന്നു എന്ന് തോന്നുന്ന പല ട്രിപ്പുകളും നമ്മളൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു ട്രിപ്പ് അല്ലായിരുന്നു എന്നുള്ളത്, അങ്ങനെ ആവാണ്ട് ഇരിക്കാനുള്ള ഒരു കാരണം ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് ആണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. അത് ഒരാളുടെ മാത്രം ഒരു കഴിവല്ല, എല്ലാവരും ഒരേ മൈൻഡ് സെറ്റ്, ഒറ്റ മൈൻഡ് എന്ന് പറയില്ലേ, ഈ ജെൻസി പിള്ളേരൊക്കെ പറയുമ്പോൾ ഒറ്റ മൈൻഡിൽ എല്ലാവരും കൂടെ പോയതുകൊണ്ട് മാത്രമാണ് ഇതാക്കിയതെന്നുള്ളത് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഇനിയും നമുക്ക് ഒത്തിരി ട്രിപ്പുകൾ പോകാൻ കഴിയട്ടെ, ഇനിയും നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, നല്ല രസകരമായ അനുഭവങ്ങളും എല്ലാം ഉണ്ടായിട്ട് നമുക്ക് ഇനിയും വർഷങ്ങളോളം ഇതുപോലെ ഓരോ വർഷവും കൂടുതൽ ട്രിപ്പുകൾ പോകാൻ പറ്റട്ടെ. അങ്ങനെയാണ് നമ്മളൊക്കെ ചെറുപ്പക്കാരായിട്ടും യങ്ങായിട്ടും ഇരിക്കാൻ നമുക്ക് സാധിക്കുക. നമ്മുടെയൊക്കെ പ്രഷറും ടെൻഷനും ബാക്കിയുള്ള ഫാമിലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ നമുക്ക് റിലാക്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ട്രിപ്പുകൾ മാത്രമാണ് ഏറ്റവും വലിയൊരു പ്രചോദനം. നമ്മൾ നാളേക്ക് എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മളെ മൈൻഡിൽ തോന്നാൻ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളായ അതിലൊരു റീസണായിട്ട് മാറട്ടെ ഈ മിസ്റ്റി മെഡോസിൻ്റെ ഇതുപോലുള്ള ട്രിപ്പുകൾ. എല്ലാവർക്കും എൻ്റെ വക പേഴ്സണൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ട്രിപ്പിനെ കോർഡിനേഷൻ വഹിച്ച PD-യോടും പ്രസിഡന്റിനോടും എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട മിസ്റ്റി മെഡോസ് കുടുംബാംഗങ്ങളെ, എന്താ പറയുക, തീർത്തും വളരെ മെമ്മറബിൾ ആയിട്ടുള്ള 2 ദിവസത്തിലൂടെയായിരുന്നു നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ 2 ദിവസത്തെ പ്രോഗ്രാം വളരെ അടിപൊളിയായിട്ട് തീർത്താൻ PD മാത്രമല്ല, ഈ പ്രോഗ്രാം ഇത്രയും സക്സസ്ഫുൾ ആവാൻ ഈ ഗ്രൂപ്പിലുള്ള നമ്മളെല്ലാവരും, ഓരോരുത്തരും അവരവരുടെ റോള് ഭംഗിയായി നടത്തിയോണ്ടാണ് ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയായിട്ട് എൻ്റെ ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചത്. അപ്പം പ്രത്യേകിച്ച് PD-ക്കും ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഇതുപോലത്തെയുള്ള പ്രോഗ്രാമുകളിൽ നമുക്ക് ഭാഗമാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളൊരു കുടുംബം പോലെ എന്താ പറയുക അടിച്ച് കളിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുവേണ്ടിയുള്ള സാഹചര്യം ഒരുക്കി തന്ന പ്രിയപ്പെട്ട പ്രസിഡന്റ് ഡോക്ടർ റജി മത്തായിക്കും സെക്രട്ടറി മെൽബിൻ അഗസ്റ്റിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ ഒരു പ്രോഗ്രാം അവരെ ഏറ്റവും ശക്തമായ കരങ്ങളിലാണ് ഏൽപ്പിച്ചത്. കാരണം ഓട്ടോറിയൻ ഷാജി ജോർജ് ഇതിൻ്റെ ആദ്യം ചളുവടി ഗ്രൂപ്പ് എന്ന പേരിലാണ് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇതിൻ്റെ കാര്യങ്ങൾ ആദ്യം മുതൽ തന്നെ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പ്രോഗ്രാമിന് പോയി. അപ്പം ഇദ്ദേഹം നേരത്തെ മനോജ് ഭായ് പറഞ്ഞ പോലെ എല്ലാ കാര്യവും എല്ലാവരുടെയും അടുത്ത് വന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും അദ്ദേഹം ഏറ്റവും ചെറുതായിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്കും വേണ്ടത് എന്താണെന്ന് അന്വേഷിച്ച് അവരുടെ കൂടെ നടക്കുകയായിരുന്നു. അപ്പം ആ ഒരു നന്മ നമ്മൾ കാണുകയും അതിൻ്റെ ഫലം ഏറ്റവും ഫലവത്തായിട്ട് ഈ 2 ദിവസം നമ്മൾ അനുഭവിക്കുകയും ചെയ്തു. അത് ഈ ഒരു പ്രോഗ്രാമിനെ വൻ വിജയമാക്കി തീർത്ത PD ഓട്ടോറിയൻ ഷാജി ജോർജിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ചെയ്തിരിക്കുന്നു. വീണ്ടും ഈ ഒരു ഇപ്പം ഏറ്റവും പ്രായം കുറഞ്ഞ നിതിൻ മുതൽ ഏറ്റവും പ്രായം കൂടിയ ഞാൻ വരെ, അല്ല ഏറ്റവും പ്രായം കൂടിയ വന്ധ്യവയോധികയായ ഞാൻ മുതൽ ഏറ്റവും പ്രായം കുറഞ്ഞ നിതിനും പിന്നെ അവർ തമ്മിൽ ചെറിയ താക്കമുണ്ട്. മനോജാണോ 2 പേർക്ക് ആർക്കാണ് ചെറുതെന്നൊരു സംശയമുണ്ട്. അത് അവർ തമ്മിൽ തീരുമാനിക്കട്ടെ. അപ്പോൾ അതായത് നിതിൻ ആദ്യം പറഞ്ഞ പോലെ ഈ പ്രായ വ്യത്യാസം അല്ലെങ്കിൽ ജനറേഷൻ്റെ ഗ്യാപ്പ് ഇല്ലാതെ ഈ ഒരു 2 ദിവസം കഴിയാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പം അത് ആ ടൂറിൻ്റെ ഒരു നല്ല വൈബിൻ്റെ കൊണ്ട് മാത്രമാണ്. അപ്പം ഏറ്റവും സ്നേഹത്തോടെ ഈ വൈബ് ഒരുക്കി എല്ലാവർക്കും നന്ദി പറയുന്നു.
അടുത്ത പ്രസിഡന്റ് അത് വളരെ വ്യക്തമായിട്ട് ചെയ്യും. ആരും പറഞ്ഞു കൊടുക്കണ്ട. ഇപ്പോഴും പോയിട്ടില്ല. നമ്മൾ പോലും അറിയാതെ നമ്മളിരിക്കുന്ന പൈസ അവിടെ എത്തും. അതിനകത്ത് ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല. എല്ലാവരും സൂക്ഷിച്ചു നിന്നാൽ അല്ല അതാണ് ഇതിന്റെ ഞാൻ പറഞ്ഞതിന്റെ അപ്പം അതല്ല. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം 3:30 ആയി കിടന്നപ്പം. പിന്നെ ഒരു കാര്യം കൂടി അഭ്യർത്ഥിക്കാനുള്ളത്, അമ്മാവന്മാരായാൽ ഇങ്ങനെ വേണമെന്നുള്ള സന്ദേശങ്ങൾ ഇവിടെ ചിലരോട് പറയാനും ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പം എല്ലാവർക്കും എല്ലാ കാര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ക്രിസ്ത്യൻ ഫോർമേഷന് ശേഷമുള്ള ആദ്യത്തെ നമ്മളൊരു ഫാമിലി ടൂർ പോയെങ്കിലും ഇത്ര അടുത്തിടപഴകുവാനും ഇത്രയും കോറായിട്ട് പോകാൻ പറ്റിയൊരു യാത്രയായിരുന്നു. ശരിക്കും അതിനോട് ഒത്തിരി ഹോംവർക്ക് അവിടെ പീഡി ചെയ്തിട്ടുണ്ടെങ്കിൽ പീഡി ഒത്തിരി എഫർട്ട് എടുത്തിട്ടുണ്ട്. PhD തീർച്ചയായിട്ടും PhDയും PDയും പ്രത്യേകം അഭിനന്ദനം അർപ്പിക്കുന്നു. ഈ ടൂറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതായിരുന്നു, എങ്ങനെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാം. കാരണം എല്ലാവരും തിരക്കി നമ്മൾ വന്നതാണ്. വിനിയാന്ത് എനിക്ക് ഓർമ്മയുണ്ട്, സിലീഷ് ഭായി പറഞ്ഞത് ഇന്നലെ വിനിയാന്ത് രാത്രി 2:30 വരെ പുള്ളി വർക്ക് ചെയ്തിട്ടാണ് 4 മണിക്ക് ഉറങ്ങുന്നത്. 4 മണിക്ക് ഉറങ്ങിയ പക്ഷേ 8 മണിക്ക് കുത്തിപ്പറ്റിയാണ് കൊണ്ടുവന്നത്. സുബീഷ് ഭായി അപ്പോൾ തന്നെ വീടുവേണ്ട തിരക്കിലാണ്. എവരിവൺ തിരക്കിലാണ് ഓടി വന്നത്. ഒറ്റ ആഗ്രഹം ഉണ്ടാക്കുന്നുള്ളൂ, വരുന്ന ഒരു നിമിഷവും പോലും നഷ്ടപ്പെടുത്താതെ എൻജോയ് ചെയ്യാൻ അവസരം ഒതുക്കണം. അതിനോട് പീഡി മാക്സിമം ചെയ്തു. റിയലി ഹാറ്റ്സ് ഓഫ് യു ഡിയർ, യു ഡൺ എ ഗ്രേറ്റ് ജോബ്. റിയലി അത് മാത്രമേ പറയാനുള്ളൂ, ബാക്കിയെല്ലാം. പിന്നെ എനിക്കൊരു സന്തോഷം, ഒറ്റ പേഴ്സണൽ സന്തോഷം പറയാം. നമ്മളറിയോ, നമ്മൾ ഒരു പീഡി അല്ല, നമ്മൾ 20 പീഡിമാരാണ്. പേരിന് മാത്രം പേടി, പക്ഷെ ആരും ഒന്നിനും പോലും മാറി നിൽക്കാതെ ഏത് ക്രിട്ടിക്കൽ മൊമെന്റിലും ഒപ്പം നിന്ന് വിജയിച്ച ടീമാണ് നമ്മൾ. അതാണ് നമ്മൾ വിജയം എന്ന് പറയുന്നത്. ഒരാളും മാറി നിന്നില്ല. പറയുമ്പോൾ ചെറിയ വിക്ടറായ സംഭവം വന്നത് അപ്പോഴേ ഓവർകം ചെയ്യാനുള്ള ഒരു കാരണമാണ്. നമ്മളൊക്കെ അങ്ങനെ വന്നവരാണ്. എല്ലാവരും പക്ക പ്രൊഫഷണൽസാണ്. നെഗറ്റീവ്സ് വരാം, ആ നെഗറ്റീവിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ നമ്മളോട് ഓരോ വ്യക്തിയും. അതുകൊണ്ടാണ് അത് വിജയിച്ചേട്ടോ. അതിന് ഓൾ ഓഫ് യു എല്ലാവർക്കും സ്നേഹം, നന്ദി, താങ്ക് യു. വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതൊരിക്കലും നമ്മളാരും വിസ്മരിക്കരുത്. നമ്മളൊക്കെ വരുന്ന വഴിക്ക് തമാശ രൂപത്തിലായാൽ പോലും ഡോക്ടർ സന്തോഷിൻ്റെ 500 ഏക്കറും അരമന വീടും ഒക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ എത്തിയ സമയത്ത് നമ്മൾ ഈ പറഞ്ഞൊക്കെ ആരും കളിയാക്കിയതിനെ പറ്റി ഒരു വാക്കുപോലും പറയാൻ പറ്റാത്ത രീതിയിൽ ആ ഫാമിലി നമ്മളെ അവരുടെ ഒരു മെമ്പറെ പോലെ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല. അവരെ വീട്ടിൽ കയറി അവരില്ലാത്ത സമയത്ത് അവരെ ഭക്ഷണവും സാധനങ്ങളും എടുത്ത് കഴിക്കുകയും അവരിൽ ഒരു ആളെ പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ പറഞ്ഞല്ലോ, പ്രസിഡന്റ് അവസാനത്തെ ഇറച്ചി കഷ്ണം വരെ തിന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അവർക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കിയില്ല. നമ്മളെ വീട്ടിൽ ഒരാളെ എങ്ങനെയാണ് നമ്മളെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ കഴിക്കുക, അതുപോലെ തന്നെയാണ് കഴിച്ചത്. അവിടുത്തെ ചേച്ചി ആയാലും ചേട്ടനായാലും അങ്കിളായാലും ഒരു മോളായാലും ഒക്കെ നമുക്ക് വളരെയധികം പോസിറ്റീവായിട്ടാണ് ആ കാര്യങ്ങൾ. അളിയൻ ആയാലും അളിയാന്നല്ലാതെ പുള്ളി വേറെ ഒന്നും വിളിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ വിളിക്കാനുള്ള പല സാഹചര്യങ്ങളും നമ്മൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അവരൊക്കെ നമ്മളെ വളരെയധികം ആക്സെപ്റ്റ് ചെയ്തു. അവിടെ ഒരു മെമ്പറായപ്പോൾ തന്നെ നമ്മളെ കൂടെ കൂട്ടിയിരുന്നത് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു യാത്രയിൽ. അപ്പോൾ നമ്മളെ മിസ്റ്റി മിഡോസ് എന്നുള്ളൊരു ഫാമിലിയാണെന്നുള്ളത് പിന്നെ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ തെളിയിക്കുകയാണെന്നുള്ളത് ഒന്നും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മൈക്ക് ഞാൻ പിടിച്ചു വാങ്ങിയത്. താങ്ക് യു. ആദ്യം തന്നെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആരംഭിക്കുന്നത്. എന്നെ ഒരുപാട് എല്ലാവരും ഒരാൾ പോലും ഒഴിവില്ലാതെ എല്ലാവരും എന്നെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. അതിനൊന്നും ഞാൻ അർഹനാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം എൻ്റെ കഴിവിന് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഞാൻ ചെയ്തു. അതിനെ പോസിറ്റീവായിട്ട് എടുക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചു എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് കാണുന്ന ഒരു സത്യം. അല്ലാണ്ട് നിങ്ങൾ വെറുതെ പാഴ്വാക്ക് പുകഴ്ത്തി പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്ന് അല്ല അതിനർത്ഥം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞാൻ ചെയ്ത പരിശ്രമം അത് എത്ര ചെറുതാണെങ്കിൽ പോലും അതിന് നിങ്ങൾ വലുതായി കാണാനുള്ള ആ ഒരു മനസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളിലൊരുവനായി എന്നെ കരുതി
എല്ലാവർക്കും നന്ദി. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഇപ്പം എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചത് ശരിയായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഇപ്പം ഞാൻ പോലും പ്രതീക്ഷിച്ചതിനേക്കാളും ഒരു മോശം ആംബിയൻസ് ആണ് എനിക്ക് അവിടെ തോന്നിയത്. അതിൽ ഞാൻ തന്നെ പെട്ടെന്ന് ഒന്ന് ലോ എനർജി ആയിപ്പോയി. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്തെന്ന അതായത് മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ വില്ല് താഴെ വെച്ചപ്പോൾ ശ്രീകൃഷ്ണനാണ് ഗീതോപദേശം കൊടുത്ത് അർജുനനെ വീണ്ടും തേരിൽ കയറ്റിയത് എന്ന് പറഞ്ഞ പോലെ സന്തോഷ് സാറ് എന്നെ കൂട്ടി മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഷാജി ഇതൊന്നും ഒരു പ്രശ്നമല്ല, എല്ലാവരും നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും ഇപ്പോൾ കുറച്ച് മുമ്പ് സന്തോഷ് സാർ ആ വാക്കുകൾ വീണ്ടും പറഞ്ഞു, നമ്മുടെ കൂടെയുള്ളവരൊക്കെ പ്രൊഫഷണൽസ് ആണ്, അവർക്ക് കാര്യം മനസ്സിലാവും. അവര് പെട്ടെന്ന് ഉള്ള ഇനീഷ്യൽ ഷോക്കിൽ എല്ലാവരും ഒന്നൊരു എന്താ പറയുന്നത് പ്രതീക്ഷിക്കാത്ത പോലെ ഒരു അനുഭവം ഉണ്ടായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും കാര്യം മനസ്സിലാക്കും. അത് ശരിയാണെന്ന് എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് സമയം കൊണ്ട് എനിക്ക് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് എല്ലാവരും തന്നെ വന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മളിപ്പോൾ നമ്മുടെ ഇത് ബഡ്ജറ്റ് ടൂറാണ്, ഈ ടൂറിൽ ഈ ബഡ്ജറ്റിൽ ഇതിലും കൂടുതലൊന്നും നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങാം എന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഉണ്ടായ സംഭവങ്ങളെല്ലാം എൻ്റെ കഴിവുകൊണ്ട് സംഭവിച്ചതൊന്നുമല്ല, ആകസ്മികമായിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ചതാണ്. കാരണം നമ്മൾ വണ്ടിയെടുത്ത് അങ്ങോട്ട് കറങ്ങാൻ പോയി അവിടെ നമ്മൾ അങ്ങനെ ഒരു വാട്ടർ ബോഡിയുടെ അവിടെ പോയി ആ സമയം ചെലവഴിക്കാനുള്ളത് പ്രീ പ്ലാൻഡ് ഒന്നും അല്ലായിരുന്നു. അതങ്ങനെ അങ്ങ് സംഭവിച്ചു കിട്ടി. അത് നമ്മുടെ എല്ലാവരുടെയും നല്ല മനസ്സിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാ കാര്യങ്ങളും വിജയിച്ച് എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും സഹകരണത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു റിസൾട്ടാണ് എന്ന് ആണ് എൻ്റെ അനുഭവം. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാം ഇത് സത്യസന്ധമായ എൻ്റെ അഭിപ്രായമായി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതുപോലെ ഇന്നത്തെ നമ്മളുടെ റിട്ടേൺ യാത്ര മനോഹരമാക്കിയതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം സന്തോഷ് സാറിനാണ്. നമ്മളൊക്കെ എല്ലാം തമാശയൊക്കെ പറഞ്ഞെങ്കിലും സന്തോഷ് സാറ് ആ വഴിക്ക് അമ്മാവൻ്റെ അടുത്തേക്ക് പോകാന്നുള്ള ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഒരുക്കി തന്നത് എത്രയും ഗംഭീരമായി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു മിനിറ്റ് ഒഴിവില്ലാതെ ചിരി തന്നെയായിരുന്നു, കോമഡി മേളയായിരുന്നു. എല്ലാവരും അതിനകത്ത് ഓരോരുത്തരും അവരവരുടെ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. തെങ്ങ കയറാനുള്ള തീരുമാനം കൊണ്ട് നമ്മുടെ സുധീഷ് സാറ് മുതൽ എല്ലാവരും ആ ഒരു മണിക്കൂറുകൾ ഗംഭീരമാക്കി നമ്മുടെ ഇന്നത്തെ ടൂറിൻ്റെ ഒരു ഹൈലൈറ്റായി മാറി. എല്ലാത്തിലും നന്ദി. അതുപോലെ സന്തോഷ് സാർ പറഞ്ഞ പോലെ നമ്മളെ സുരക്ഷിതമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ യാതൊരു മടിയും ഒന്നും പറയാതെ സുരക്ഷിതമായി നമ്മളെ കൊണ്ടുവന്ന അരുണിനും പ്രത്യേകം നന്ദി. പ്രസിഡന്റിനും സെക്രട്ടറിക്കും, പ്രസിഡന്റ് ഇലക്ഷനും സെക്രട്ടറി ഇലക്ഷനും ZLR-നും TGR-നും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ പുതിയ മെമ്പർ നിതിനെ കുറിച്ച് പറയണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അത് ഓർത്തു. നിതിനോട് ഞാൻ അവിടെ സന്തോഷ് സാറിൻ്റെ അമ്മാവൻ്റെ വീട്ടിലുള്ളപ്പോൾ ഞാൻ പറഞ്ഞ ഒരു വാക്ക്, അതായത് നിതിനൊരു വെള്ളം എടുത്ത മാതിരിയാണ്. ഏത് പാത്രത്തിൽ ഒഴിച്ചോ ആ പാത്രത്തിൻ്റെ ഷേപ്പിലേക്ക് മാറും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതാണ് എനിക്ക് പേഴ്സണലായിട്ട് നിതിനെ കുറിച്ച് ഫീൽ ചെയ്തത്. ഏതൊരു സിറ്റുവേഷനിലും ആ സിറ്റുവേഷനെ അനുസരിച്ച് നിതിൻ അങ്ങ് മാറുവാണ്. തെങ്ങ കയറാൻ്റെ ആ സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ തെങ്ങേറ്റക്കാരനായി മാറി എന്നുള്ളതാണ്. യെസ്, അടിപൊളിയാണ്. നിതിനോട് പ്രത്യേകം നന്ദി. ക്ലബിൽ ചേരാനുള്ള തീരുമാനത്തിന് നന്ദി. Terry, Misty Meadows, Thiruvambadi, building bridges hand in hand for a brighter, better land. Friendship circles strong and true. We serve our community with hope and unity.